ആതിരപ്പള്ളി തുമ്പൂർ മൊഴി ആതിര കൊലക്കേസ് 2023 ഏപ്രിൽ 29 അങ്കമാലി പാറക്കടവ് സ്വദേശിയായ 26 വയസ്സുകാരി ആതിര പതിവ് പോലെ ജോലിക്കായി വീട്ടിൽ നിന്ന് ഇറങ്ങി. അങ്കമാലിയിലെ ഒരു സൂപ്പർ മാർക്കറ്റിലായിരുന്നു ആതിര ജോലി ചെയ്തിരുന്നത്. എന്നാൽ അന്നത്തെ യാത്ര പതിവ് പോലെ ആയിരുന്നില്ല. വൈകുന്നേരമായിട്ടും ആതിര വീട്ടിൽ തിരിച്ചെത്തിയില്ല. ഇതോടെയാണ് കുടുംബം ആശങ്കയിലായത്. പിന്നീട് ഭർത്താവ് സനൽ കാലടി പോലീസിൽ ആതിരയെ കാണാനില്ലെന്ന് പരാതി നൽകി. ആതിരയെ കാണാതായതിനെ തുടർന്ന് പോലീസ് അന്വേഷണം ആരംഭിച്ചു. മൊബൈൽ ഫോൺ വിവരങ്ങളും CCTV ദൃശ്യങ്ങളും പരിശോധിച്ചപ്പോഴാണ് അന്വേഷണത്തിൽ നിർണായകമായ ചില വിവരങ്ങൾ ലഭിച്ചത്. ആതിര ഒരു കാറിൽ മറ്റൊരാൾക്കൊപ്പം യാത്ര ചെയ്തതായി CCTV ദൃശ്യങ്ങളിൽ വ്യക്തമായി. ആ കാർ വാടകയ്ക്കെടുത്തതാണെന്നും പോലീസ് കണ്ടെത്തി. കാറിലുണ്ടായിരുന്നത് ആതിരയുടെ സഹപ്രവർത്തകനും സുഹൃത്തുമായ അഖിൽ P. ബാലചന്ദ്രനാണെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി. ഇതിനിടെ ആതിരയുടെ മൊബൈൽ ഫോൺ അവസാനമായി ഉപയോഗിച്ച സ്ഥലത്തെക്കുറിച്ചുള്ള വിവരങ്ങളും പോലീസിന് ലഭിച്ചു. അത് തുമ്പൂർ മൊഴി ഭാഗത്തേക്കാണ് അന്വേഷണം എത്തിച്ചത്. ആതിരപ്പള്ളിയുടെ മനോഹരമായ വിനോദസഞ്ചാര മേഖലയ്ക്ക് സമീപമുള്ള തുമ്പൂർ മൊഴി വനപ്രദേശം അപ്പോഴേക്കും കേസിലെ പ്രധാന കേന്ദ്രമായി മാറുകയായിരുന്നു. അഖിലിനെ പോലീസ് ചോദ്യം ചെയ്തു. ആദ്യഘട്ടത്തിൽ ആതിരയെ തനിക്ക് അറിയില്ലെന്നും സംഭവത്തിൽ തനിക്ക് പങ്കില്ലെന്നുമുള്ള നിലപാടിലായിരുന്നു അഖിൽ. എന്നാൽ CCTV ദൃശ്യങ്ങളും ഫോൺ വിളികളുടെ വിവരങ്ങളും ഉൾപ്പെടെയുള്ള തെളിവുകൾ പരിശോധിച്ച് പോലീസ് ചോദ്യം ചെയ്യൽ ശക്തമാക്കി. ഒടുവിൽ കൂടുതൽ ചോദ്യം ചെയ്യലിനിടെ അഖിൽ കുറ്റം സമ്മതിച്ചതായി പോലീസ് അറിയിക്കുകയായിരുന്നു. അഖിൽ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ 2023 മെയ് 5 വെള്ളിയാഴ്ച പോലീസ് തുമ്പൂർ മൊഴി വനത്തിലെത്തി. വനത്തിനുള്ളിലെ പാറകൾക്കിടയിൽ കരിയിലകൾ കൊണ്ട് മൂടിയ നിലയിലാണ് ആതിരയുടെ മൃതദേഹം കണ്ടെത്തിയത്. റോഡിൽ നിന്ന് കുറച്ചകലെ ആളുകളുടെ സാന്നിധ്യം വളരെ കുറവുള്ള പ്രദേശത്തായിരുന്നു മൃതദേഹം ഒളിപ്പിച്ചിരുന്നത്. മൃതദേഹം കണ്ടെത്തുമ്പോഴും ദിവസങ്ങൾ കഴിഞ്ഞിരുന്നു. ആതിരയെ ഏപ്രിൽ 29 ആതിരപ്പള്ളിയിലേക്ക് കൊണ്ടുപോയത് അഖിലാണെന്ന അന്വേഷണത്തിൽ പുറത്തുവന്നു. യാത്ര ഒരു വിനോദയാത്ര എന്ന രീതിയിലായിരുന്നു. ഇരുവരും വാടക കാറിലാണ് പോയത്. എന്നാൽ പിന്നീട് പോലീസ് കണ്ടെത്തിയ വിവരങ്ങൾ പ്രകാരം ആ യാത്രയ്ക്ക് പിന്നിൽ മറ്റൊരു ഉദ്ദേശമുണ്ടായിരുന്നു എന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. അഖിലും ആതിരയും ഒരേ സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്തിരുന്നവരായിരുന്നു. ഇരുവരും തമ്മിൽ അടുത്ത ബന്ധമുണ്ടായിരുന്നുവെന്നും പോലീസ് അന്വേഷണത്തിൽ പറഞ്ഞു. ഈ ബന്ധത്തിനൊപ്പം സാമ്പത്തിക ഇടപാടുകളും ഉണ്ടായിരുന്നുവെന്നാണ് പോലീസ് കണ്ടെത്തിയത്. ആതിരയുടെ സ്വർണം അഖിൽ പണയം വെച്ച് പണം വാങ്ങിയിരുന്നുവെന്നും അത് തിരികെ നൽകുന്നതിനെ ചൊല്ലി ഇരുവരും തമ്മിൽ തർക്കമുണ്ടായിരുന്നുവെന്നും അന്വേഷണ സംഘം പറഞ്ഞു. സ്വർണം തിരികെ ആവശ്യപ്പെട്ടതും അതിനെ ചൊല്ലിയുള്ള തർക്കവുമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് അഖിൽ പോലീസിന് നൽകിയ മൊഴിയിൽ പറഞ്ഞതെന്ന് പല റിപ്പോർട്ടുകളും ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ പോലീസ് ഈ മൊഴി മാത്രം പൂർണ്ണമായി വിശ്വസിച്ചിരുന്നില്ല. കൊലപാതകത്തിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്നും പോലീസ് പരിശോധിച്ചു. അന്വേഷണത്തിൽ മറ്റൊരു പ്രധാന വിവരവും പുറത്തു വന്നു. ഏപ്രിൽ 29 യാത്ര പുറപ്പെടുമ്പോൾ ആതിര മൊബൈൽ ഫോൺ കൊണ്ടുവരേണ്ടതില്ലെന്ന് അഖിൽ പറഞ്ഞിരുന്നതായി പോലീസ് അറിയിച്ചു. ഫോൺ സംബന്ധിച്ച വിവരങ്ങളും പിന്നീട് അന്വേഷണത്തിൽ പ്രധാന തെളിവുകളായി. യാത്രയ്ക്ക് മുൻപുള്ളതും യാത്രക്കിടയിലുള്ളതുമായ ഫോൺ വിളികളും CCTV ദൃശ്യങ്ങളും പരിശോധിച്ചാണ് പോലീസ് സംഭവങ്ങളുടെ ക്രമം പുനഃസൃഷ്ടിച്ചത്. തുമ്പൂർ മൊഴിയിൽ എത്തിയ ശേഷം വനത്തിനുള്ളിലേക്ക് പോയെന്നാണ് അന്വേഷണത്തിൽ പുറത്തു വന്നത്. പോലീസ് പറയുന്നതനുസരിച്ച് അവിടെ വെച്ചാണ് ആതിരയെ കൊലപ്പെടുത്തിയത്. തുടർന്ന് മൃതദേഹം പാറകൾക്കിടയിൽ എത്തിച്ച് കരിയിലകൾ ഉപയോഗിച്ച് മറച്ചുവെന്നതും അന്വേഷണ സംഘം കണ്ടെത്തുകയുണ്ടായി. കേസിലെ ഈ വിവരങ്ങൾ പ്രധാനമായും പ്രതിയുടെ മൊഴിയെയും പോലീസ് അന്വേഷണത്തെയും അടിസ്ഥാനമാക്കി ഉള്ളതാണ്. കൊലപാതകത്തിന് ശേഷം അഖിൽ തിരികെ പോയതായും അന്വേഷണത്തിൽ കണ്ടെത്തി. സംഭവത്തിൽ ഉപയോഗിച്ച ചില വസ്തുക്കളും വസ്ത്രങ്ങളും പിന്നീട് പോലീസ് തിരച്ചിലിന്റെ ഭാഗമായി കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. 2023 മെയ് 9 അഖിലിനെ സ്ഥലത്തെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി. തുമ്പൂർ മൊഴി വനമേഖലയിലും സമീപ പ്രദേശങ്ങളിലും തെളിവെടുപ്പ് നടന്നു. അന്വേഷണത്തിന്റെ ഭാഗമായി ആതിരയുടേത് എന്ന് കരുതുന്ന ചില വസ്തുക്കൾ ചാലക്കുടി പുഴയിൽ നിന്നും കണ്ടെത്തിയതായി മെയ് 10 പുറത്തു വന്ന വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം. കേസിൽ തെളിവുകൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായിരുന്നു ഈ പരിശോധന. പ്രതിയെ സ്ഥലത്തെത്തിച്ചും മറ്റ് സ്ഥലങ്ങളിലെത്തിച്ചും സംഭവങ്ങൾ ക്രമം പോലീസ് പരിശോധിക്കുകയും ചെയ്തു. ഈ കേസിലെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ആതിരയെ കാണാതായതിന് പിന്നാലെ തന്നെ അന്വേഷണം ആരംഭിച്ചതായാണ്. ഏപ്രിൽ 29 കാണാതായ ആതിരയെ കണ്ടെത്താനുള്ള അന്വേഷണം പിന്നീട് CCTV ദൃശ്യങ്ങളിലേക്കും വാടക കാറിലേക്കും മൊബൈൽ ഫോൺ വിവരങ്ങളിലേക്കും എത്തി. അവിടെ നിന്നാണ് അന്വേഷണ അഖിലിലേക്ക് നീങ്ങിയത്. ഒടുവിൽ അഖിലിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ
തുമ്പൂർ മൊഴി വനത്തിൽ നിന്ന് മൃതദേഹം കണ്ടെത്തുകയും ചെയ്തു. സോഷ്യൽ മീഡിയയിലും അഖിൽ സജീവമായിരുന്നുവെന്ന വിവരവും അന്നത്തെ റിപ്പോർട്ടുകളിൽ വന്നിരുന്നു. ഇൻസ്റ്റഗ്രാമിൽ അഖിയേട്ടൻ എന്ന പേരിൽ റീലുകൾ ചെയ്തിരുന്ന അഖിലിന് നിരവധി ഫോളോവേഴ്സ് ഉണ്ടായിരുന്നുവെന്നും മാധ്യമങ്ങൾ അന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു. പുറത്തുനിന്ന് സാധാരണ ജീവിതം നയിക്കുന്ന ഒരാളായി തോന്നിച്ചിരുന്ന വ്യക്തി തന്നെ ഒരു കൊലപാതക കേസിലെ പ്രതിയാകുന്നുവെന്ന വാർത്തകളും കേസിൽ ഒരുപാട് ചർച്ചയായി. ആതിരയുടെ മരണത്തോടെ ഒരു കുടുംബത്തിന് നഷ്ടമായത് 26 വയസ്സുള്ള ഒരു യുവതിയെയാണ്. 2 കുട്ടികളുടെ അമ്മയായിരുന്ന ആതിരയുടെ ജീവിതം ഒരു സാധാരണ ജോലി ദിവസത്തിലാണ് അവസാനിച്ചത്. ഏപ്രിൽ 29 വീട്ടിൽ നിന്ന് ജോലിക്കായി ഇറങ്ങിയ ആതിര പിന്നീട് തിരിച്ചെത്തിയില്ല. ദിവസങ്ങൾ നീണ്ട അന്വേഷണത്തിന് ശേഷം മെയ് 5-ന് തുമ്പൂർ മൊഴി വനത്തിൽ നിന്ന് മൃതദേഹം കണ്ടെത്തിയോടെ കുടുംബം കാത്തിരുന്ന തിരിച്ചുവരവിന്റെ പ്രതീക്ഷ അവസാനിച്ചു. 2023 മെയ് ആദ്യവാരം പുറത്തുവന്ന വിവരങ്ങൾ അനുസരിച്ച് ആതിരയുടെ കൊലപാതകം മുൻകൂട്ടി ആസൂത്രണം ചെയ്തതാണെന്ന സംശയവും അന്വേഷണ ഉദ്യോഗസ്ഥർ ഉന്നയിച്ചിരുന്നു. യാത്രക്കിടെ മൊബൈൽ ഫോൺ കൊണ്ടുവരരുതെന്ന് പറഞ്ഞത്, വാടകക്കാർ ഉപയോഗിച്ചത്, വനപ്രദേശത്തേക്ക് പോയത് തുടങ്ങിയ കാര്യങ്ങളാണ് പോലീസ് ഈ നിഗമനത്തിന് പിന്നിൽ ചൂണ്ടിക്കാട്ടിയത്. എന്നാൽ ഇത്തരം അന്വേഷണ നിഗമനങ്ങൾ അന്തിമ കോടതി കണ്ടെത്തലായി നമുക്ക് കാണാനും കഴിയില്ല. അങ്ങനെ 2023 ഏപ്രിൽ 29-ന് ആരംഭിച്ച ഒരു കാണാതാകൽ കേസ് ദിവസങ്ങൾക്കുള്ളിൽ കേരളത്തെ ഞെട്ടിച്ച കൊലപാതക അന്വേഷണമായി മാറുകയായിരുന്നു. അങ്കമാലിയിൽ നിന്ന് ആരംഭിച്ച അന്വേഷണം ആതിരപ്പള്ളിയിലേക്കും പിന്നീട് തുമ്പൂർ മൊഴിയുടെ കാടിനുള്ളിലേക്കും എത്തി. CCTV ദൃശ്യങ്ങൾ, വാടകക്കാരന്റെ വിവരങ്ങൾ, ഫോൺ വിളികൾ, ചോദ്യം ചെയ്യൽ തുടങ്ങിയ പ്രതിയുടെ മൊഴി ഇവയെല്ലാം ചേർന്നാണ് അന്വേഷണ സംഘം ആതിരയുടെ തിരോധാനത്തിന്റെ ചുരുളഴിച്ചത്. 2023 മെയ് 5-ന് തുമ്പൂർ മൊഴി വനത്തിൽ ആതിരയുടെ മൃതദേഹം കണ്ടെത്തിയതോടെ കേസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം പൂർത്തിയായി.